സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിവാഹ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാനും അതിലൂടെ ആശ്വാസം കണ്ടെത്തുവാനും മാനസികമായും മറ്റെല്ലാ നിലക്കും സംതൃപ്തി ലഭ്യമാകുവാനും വേണ്ടുന്ന സംവിധാനങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തൻ്റെ ഇണയായ തൻ്റെ ഭാര്യ, ആ ഭാര്യയോടുള്ള ധാരാളം കടമകളാണ് ഇസ്ലാം വളരെ കൃത്യമായും വ്യക്തമായും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുവരെ അവരെ വളർത്തി ഉണ്ടാക്കിയ മാതാപിതാക്കളുടെ കൈകളിൽ നിന്നും വളരെ അമാനത്തോടെ, വിശ്വസ്തയോടെ, സ്നേഹത്തോടെ പരസ്യമായി നമ്മെ ഏൽപ്പിച്ചു തരുന്ന ആ പെൺകുട്ടികൾ, അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഇറങ്ങിപ്പോരുന്ന ആ ഭാര്യമാർ, വിശുദ്ധ ഖുർആൻ വിവാഹം എന്ന് പറയുന്ന കരാറിനെ സംബന്ധിച്ച് പറഞ്ഞത് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ എന്നാണ്. ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളത് മീസാഖൻ ഗലീളാ, ബലിഷ്ഠമായ ഒരു കരാറാണ് എന്നാണ്. ആ ഓർമ്മയോടെ വേണം ഭർത്താക്കന്മാർ തങ്ങളുടെ ഇണകളോട്, ഭാര്യമാരോട് വർത്തിക്കുവാനെന്ന് ഗൗരവത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഏറ്റവും മാന്യൻ എന്ന് പറയുന്നത് പുറമേ മാന്യത ചമയുന്നവരല്ല, വീടിൻ്റെ അകത്തളങ്ങളിൽ തൻ്റെ ഇണയോട് മാന്യമായി വർത്തിക്കുന്നവരാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി വ അന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ തൻ്റെ ഭാര്യയോട് നല്ല നിലക്ക് വർത്തിക്കുന്നവരാണ്. വ അന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ തൻ്റെ ഇണയുമായി ഏറ്റവും കൂടുതൽ നല്ല സഹവർത്തിത്വത്തോടു കൂടി മുന്നേറുന്ന വ്യക്തിത്വം ഞാനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തിൻ്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. അവർക്ക് വേണ്ട രൂപത്തിലുള്ള പരിഗണനകൾ നൽകുക എന്നുള്ളതും അവരോട് അഭിപ്രായങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അഭിപ്രായങ്ങളോ തങ്ങളുടേതായ തീരുമാനങ്ങളോ അവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പുരുഷൻ, ഭർത്താവെന്ന നിലക്ക് അവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ജീവിതത്തിൽ, ഒരു കുടുംബത്തിൽ നല്ല നിലക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഏകാധിപത്യം പോരാ. അവിടെ തൻ്റെതായ ജീവിതത്തിൽ താൻ പറയുന്നത് നീ അങ്ങ് കേട്ടോളണം, എൻ്റെ അഭിപ്രായത്തിന് നീ അങ്ങ് നിന്നോളണം എന്നുള്ള കർശനമായ തീരുമാനങ്ങളൊന്നും പുരുഷനോട് ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടില്ല. മറിച്ച് മുശാവറകൾ വേണം, അഭിപ്രായങ്ങൾ ആരായണം. അങ്ങനെ നല്ല നിലക്കാണ് കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുരുഷന്മാരോട് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായും മനുഷ്യരാണ്, പിണക്കങ്ങൾ ഉണ്ടാകും, ചില സ്വഭാവങ്ങൾ നമുക്ക് പറ്റില്ല. ഏതൊരു ഭാര്യയും ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം 100% തൻ്റെ സങ്കല്പത്തിനൊത്ത ഭാര്യയായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആവാനും കഴിയില്ല. പലർക്കും പ്ലസ് പോയിന്റുകൾ ഉണ്ടാകും, മൈനസ് പോയിന്റുകൾ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ വെറുക്കുകയും അതുപോലെ തന്നെ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കുകയും അതേപോലെയുള്ള അവഹേളനങ്ങളുടെയും അവഗണനകളുടെയും അവരെ അപമാനിക്കുന്നതിൻ്റെയും അവസ്ഥയോളം എത്താതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടെയാണ് ഉപദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ലാ യഫറഖ മുഅ്മിനുൻ, മുഅ്മിനത്തൻ, ഒരു വിശ്വാസിയായ പുരുഷനും തൻ്റെ വിശ്വാസിനിയായ ആ സ്ത്രീയോട് ഇണയെ വെറുക്കരുത്. അങ്ങനെ വെറുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് അവളുടെ ഒരു സ്വഭാവ ദൂഷ്യമായിരിക്കാമല്ലോ. അവിടെ നിങ്ങൾ കൃത്യമായ നിലക്ക് ഒരു മാനദണ്ഡം നിങ്ങൾ മനസ്സിലാക്കണം. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഒരു സ്വഭാവം അവരിൽ നിങ്ങൾക്കത്ര അരോചകമായി തോന്നുന്നവയുണ്ടെങ്കിൽ, നിങ്ങൾക്കത്ര ഇഷ്ടകരമല്ലാത്ത ചില സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടെങ്കിലും, റളിയ മിൻഹാ ആഖർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് അവരിലില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ അവരിലില്ലേ? ഇഷ്ടമില്ലാത്തതിനെ മാത്രം പർവ്വതീകരിച്ച് കണ്ടുകൊണ്ട് അവരെ അവഗണിക്കുകയും ദ്രോഹിക്കുകയും അവരെ പഴിക്കുകയും അവരെ അപമാനിക്കുകയും ആളുകൾക്കിടയിൽ വെച്ച് വഷളാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ
അത് വലിയ പാപമാണ് എന്ന് തന്നെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പുരുഷലോകത്തോട് ഇസ്ലാമിന്റെ കൽപ്പന വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്കായിരിക്കണം വർത്തിക്കേണ്ടത് എന്നാണ്. ആ വിധത്തിലുള്ള കൃത്യമായ ഏറ്റവും നല്ല സ്വഭാവം ഈ ലോകത്തിന് കാഴ്ചവെച്ച നേതാവായിരുന്നു ഏത് രംഗത്തും നമുക്ക് മാതൃകയായ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യാത്രാമധ്യേ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാല പോയ ഒരു സംഭവമുണ്ട്. അവർ കഴുത്തിലണിഞ്ഞിരുന്ന മാല എവിടെയോ നഷ്ടപ്പെട്ടു, എങ്ങനെയോ നഷ്ടപ്പെട്ടു. ആ മാല പോയ സന്ദർഭത്തിൽ അവരെ അതിൻ്റെ പേരിൽ പഴിക്കാതെ, ചീത്ത പറയാതെ, അതിൻ്റെ പേരിൽ ദേഷ്യം പിടിക്കാതെ അത് തിരയുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും യാത്ര നിർത്തിവെച്ച് അവരുടെ മനസ്സിന്റെ വേദനക്ക് പരിഹാരമെന്നോണം അവരെ സമാശ്വസിപ്പിക്കുവാൻ വേണ്ടി അത് തിരയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും കൂടുകയാണ്. യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വേളകളിൽ പലപ്പോഴും അന്നത്തെ വാഹനം എന്ന് പറയുന്നത് ഒട്ടകവും കുതിരയുമൊക്കെയാണ്. അതിന്റെ പുറത്തേക്ക് കയറുവാൻ ഒരു സ്ത്രീ എന്ന നിലക്ക് തന്റെ ഇണക്ക് സാധിക്കാതെ വരുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഉമ്മമാരെ വാഹനപ്പുറത്തെ കയറ്റിയിരുന്നത് അവിടുത്തെ കാൽമുട്ടിങ്ങനെ ഉയർത്തിവെച്ച് അതിന്മേൽ ചവിട്ടിക്കൊണ്ടായിരുന്നു വാഹനപ്പുറത്ത് ഏറുവാൻ തന്റെ ഇണയെ സഹായിച്ചിരുന്നത് എന്നൊക്കെ വരുമ്പോ ലോകം കണ്ട ഏറ്റവും വലിയ ഉന്നതനായ ഒരു നേതാവ് തന്റെ ഇണയോട് വർത്തിച്ചിരുന്ന ഏറ്റവും ഉദാത്തമായ സ്വഭാവശീലങ്ങളുടെ മേന്മകളാണ് നമ്മൾ ഇതിൽ നിന്ന് പകർത്തിയെടുക്കേണ്ടത് ഉന്നതമായ രൂപത്തിൽ. എന്നാൽ അവരിൽ കാണുന്ന പോരായ്മകളെ അവിടുന്ന് കണ്ടില്ലെന്ന് നടിച്ചിട്ടില്ല. ഇസ്ലാം വിരുദ്ധമായ ഏതെങ്കിലും നിലക്ക്, അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് യോജിക്കാത്ത ഏതെങ്കിലും നിലക്കുള്ള ഒരു സ്വഭാവങ്ങൾ കാണുമ്പോൾ വളരെ മാന്യമായ നിലക്കതിനെ ഉപദേശിച്ച് തിരുത്തി കൊടുത്തിട്ടുണ്ട്. എല്ലാ രംഗത്തും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. തന്റെ ഭാര്യയോട് തനിക്ക് ഇത്രത്തോളം കടമയുണ്ടല്ലോ, അതുകൊണ്ട് അവരുടെ ഇന്ന ആഗ്രഹം നിറവേറ്റി കൊടുക്കാതെ പറ്റില്ലല്ലോ എന്ന ചിന്തയോടെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം ഒരിക്കലും, മൗലികമായ തത്വം ഒരിക്കലും വിസ്മരിച്ചുകൊണ്ടാവരുത് ആ സ്നേഹപ്രകടനം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പഠിപ്പിച്ച മുത്ത മുസ്തഫ പഠിപ്പിച്ചു, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരിച്ചു പോകരുത്. താനേറെ സ്നേഹിക്കുന്നു എന്ന നിലക്ക് തന്റെ ഭാര്യ അവൾ പടച്ച റബ്ബിന് നിരക്കാത്ത വേഷം ധരിക്കുന്നു, പടച്ച റബ്ബിന് ഇഷ്ടപ്പെടാത്ത പലതും അവൾ കാണുന്നു, കേൾക്കുന്നു. അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. മുത്തു മുസ്തഫ പഠിപ്പിച്ച ഇസ്ലാമികമായ നിയമങ്ങളോട് അവൾക്ക് താല്പര്യമില്ല. ആ രൂപത്തിലുള്ള അനിസ്ലാമികമായ രൂപത്തിലാണ് പോക്കെങ്കിൽ അവിടെയാണ് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അധ്യാപനങ്ങളുമൊക്കെ വളരെയേറെ കൃത്യമായ നിലക്ക് അവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഈ സ്നേഹബന്ധങ്ങളൊന്നും തടസ്സമാകുവാനും പാടില്ല. അതേ അവസരത്തിൽ മാനുഷികമായ നിലക്കുള്ള ചില പ്രയാസങ്ങൾ ആർക്കുമുണ്ടാകും. അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരിൽ പോലും പ്രകടമായിട്ടുണ്ട്. കാരണം മുത്ത മുസ്തഫാക്ക് ഒന്നിലേറെ ഭാര്യമാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ ആ ഒരു ഗീറത്ത്, ആ ഒരു തൻ്റെ സഹഭാര്യമാര് തമ്മിലുള്ള രൂപത്തിലുള്ള മാനുഷികമായ നിലക്കുള്ള ചില ചാപല്യങ്ങൾ അവരിലും കണ്ടിരുന്നു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഹിക്മത്തോടെ യുക്തിയോടെയാണ് അവരോട് ഇടപെട്ടത്. അതിൻ്റെയും പേരിൽ അവരെ ആ നിലക്ക് പഴിക്കുകയോ അപഹസിക്കുകയോ ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. മാത്രമല്ല, ഒന്നിലേറെ ഭാര്യമാരുള്ളവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ നീതിയോടുകൂടെ വർത്തിക്കണമെന്ന്. ഒരിടത്തേക്ക് ചാഞ്ഞുകൊണ്ട് മറ്റവളെ കെട്ടിത്തൂക്കിയ ആ ഒരവസ്ഥയിൽ, അതല്ലെങ്കിൽ അവരെ നോക്കുകയുമില്ല, അവരെ വിട്ട് പറഞ്ഞേക്കുകയുമില്ലാത്ത രീതിയിൽ നിങ്ങൾ അങ്ങനെ ഭാര്യമാരെ കഷ്ടപ്പെടുത്തരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് മാത്രമല്ല, ആ വിധത്തിൽ അനീതി കാണിക്കുന്നവർ പരലോക കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഒരു വശം ഭാരം തൂങ്ങി വികൃതമായ രൂപത്തിലാണ് മഹ്ശറിൽ അവർ വരേണ്ടി വരുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അവർ രോഗിയായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യത്തിന് ഇടിവ് വന്നു കഴിഞ്ഞാൽ, വാർദ്ധക്യത്തിൻ്റെതായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാലൊക്കെയാണ് പലപ്പോഴും ആളുകൾക്ക് വെറുപ്പിന്റെയും എത്രത്തോളം തലാഖിനെയും അതുപോലെ തന്നെ അവരെ വിട്ട് മറ്റൊരാളിലേക്ക് അനുരക്തയാകുന്നതിൻ്റെയും ഒക്കെ ദുസ്വഭാവങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഇണ തൻ്റെ കൂടെ ഉണ്ടായിരിക്കെ തന്നെ അവളെ മാറ്റി നിർത്തിയിട്ട് അവളുമായി ഇസ്ലാമികമായി അവൾക്ക് നൽകേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം
അതുപോലെ തന്നെ ചികിത്സാ ലൈംഗികമായ ആവശ്യങ്ങൾ പോലെയുള്ളതിനോടൊന്നും താല്പര്യം കാണിക്കാതെ മറ്റുള്ള സ്ത്രീകളുമായി കൊഞ്ചിക്കുഴയുകയും ചാറ്റിംഗ് നടത്തുകയും അവരിൽ അനുരക്തയാവുകയും അതേപോലെ തന്നെ അവരോട് പല കാര്യങ്ങളും അന്വേഷിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നശിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ പോകുന്ന ചില ആളുകളെങ്കിലും സമൂഹത്തിലില്ലേ? എത്ര ഗൗരവത്തോടുകൂടെയാണ് ഇസ്ലാം പറഞ്ഞത്, വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കുക പോലും ചെയ്യരുത്. വ്യഭിചരിക്കരുതെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം വലാ തഖറബുസ് സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുതെന്ന്. വ്യഭിചാരത്തിലേക്ക് ഒറ്റയടിക്ക് പോയി വീഴാറല്ല പതിവ്. അതിന്റെ മുമ്പ് ചില കവാടങ്ങൾ കടന്നിട്ടേ വ്യഭിചാരത്തിലേക്ക് എത്തുകയുള്ളൂ. അതാണ് അനാവശ്യമായ നോട്ടം, അതാണ് അനാവശ്യമായ കേൾവി, അതാണ് അനാവശ്യമായ സംസാരം, അതാണ് അനാവശ്യമായ സ്പർശനം, അതാണ് അനാവശ്യമായ രൂപത്തിലുള്ള നടത്തങ്ങൾ. ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തോടുകൂടെയാണല്ലോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സംശയം വരുന്ന വിധത്തിലുള്ള, ഒരു സംശയ രോഗത്തിന് ഇടയാകുന്ന വിധത്തിലുള്ള ഒരു പെരുമാറ്റവും ഇല്ലാതെ തന്നെ ആത്മാർത്ഥതയെ അല്ലാഹുവാണ് അറിയുന്നവൻ. റബ്ബിന്റെ നോട്ടമുണ്ട്, റബ്ബിന്റെ അറിവുണ്ട്, റബ്ബെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധത്തോടെ തൻ്റെ സ്നേഹം തൻ്റെ ഇണകളിലേക്ക് അല്ലെങ്കിൽ ഇണകളിലേക്ക് മാത്രം പ്രവഹിപ്പിക്കുന്ന ആ ഒരു സ്വഭാവത്തെയാണ് ഇസ്ലാം പ്രത്യേകം ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രോഗിയായാൽ അവഗണിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. സൗന്ദര്യം പോയി ത്വലാഖിനെ വരെ ചിന്തിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞില്ലേ? രോഗിയായാൽ അവർക്ക് വേണ്ട പരിചരണത്തിലും അതേപോലെ തന്നെ അവർക്ക് വേണ്ട സംരക്ഷണം നൽകുന്നതിലുമൊക്കെ വലിയ പ്രതിഫലം ഇസ്ലാം നിശ്ചയിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചരിത്രത്തിൽ മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള ബദറിലേക്ക് പോകുവാനുള്ള ആഹ്വാനമുണ്ടായപ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ബദരീങ്ങളുടെ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവെ എണ്ണപ്പെടുന്നുണ്ട്. ഇത് പലർക്കും അറിയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദരീങ്ങളുടെ പേര് നോക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരുണ്ട്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീന വിട്ട് ബദറിലേക്ക് പോയിട്ടില്ലായിരുന്നു. എന്തേ കാരണം? പിന്നെ എങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ബദരീങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തിയത്? എന്താണ് ആ ചരിത്രം നമ്മൾ അറിയണം. ബദറിന് വേണ്ടി പോകാൻ നിൽക്കുന്ന നേരത്ത് സ്വന്തം ഭാര്യയ്ക്ക് അസുഖമായിരുന്നു, വളരെ കലശലായ രോഗമായിരുന്നു. ബാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അമ്മോശനായ റസൂലുള്ള പോലും സ്ഥലത്തില്ല, ആരുമില്ല, പരിചരിക്കാൻ ആളില്ല. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വല്ലാത്ത വിഷമം ബാധിച്ചപ്പോ മഹാനായ മുത്ത മുസ്തഫയാണ് പറഞ്ഞത്, മോനെ നീ വരേണ്ടതില്ല, ഭാര്യയെ പരിചരിച്ചോളൂ, ശുശ്രൂഷിച്ചോളൂ, അവളുടെ രോഗത്തിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടോളൂ, പരിചരിച്ചുകൊണ്ട് നിന്നോളൂ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. ബദറിൽ പങ്കെടുത്ത തുല്യമായ പ്രതിഫലം താങ്കൾക്കുമുണ്ട്, അവരിൽ താങ്കളും ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ഒരു നിഅമത്ത് റബ്ബിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ബദരീങ്ങളിൽ എണ്ണപ്പെടുന്നു, ബദറിൽ പങ്കെടുക്കാതെ തന്നെ. എന്തേ കാരണം? തൻ്റെ ഇണക്ക് രോഗമായപ്പോൾ രോഗപരിചരണത്തിന് നിന്നതിൻ്റെ കൂലിയാണ് കിട്ടിയത്, ആ മഹത്വമാണ് ലഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം ഇസ്ലാം അത്രയും പ്രാധാന്യത്തോടുകൂടെ പറയുമ്പോൾ ഇന്ന് ആദ്യമൊക്കെ മധുവിധുയുടെ ആ രസങ്ങളുമൊക്കെ കഴിഞ്ഞ് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളൊക്കെ കഴിഞ്ഞ് 1, 2, 3 പ്രസവങ്ങളൊക്കെ പിന്നിട്ട് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അകൽച്ചകളൊക്കെ തുടങ്ങി കൂടുതൽ ദുസ്വഭാവങ്ങളിലേക്ക് നീങ്ങുന്ന ഭർത്താക്കന്മാർ പലപ്പോഴും ലോകത്ത് പലയിടങ്ങളിലുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ അവരോട് ഇടപെടാൻ വളരെ കൃത്യമായി ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നതും. എത്രത്തോളം പിരിയേണ്ടി വന്നാൽ പോലും തൻ്റെ ഒരിണയെ ഒരിക്കലും മുന്നോട്ട് പോകില്ല. ഇത് മുന്നോട്ട് പോകുന്ന രൂപത്തിലുള്ള ഒരു നിലക്കുമുള്ള പഴുതുകളില്ലെന്ന് വരുമ്പോൾ ഇസ്ലാം ത്വലാഖ് അനുവദിച്ചു. ആ ത്വലാഖ് ചൊല്ലുമ്പോൾ പോലും അവളോട് കാരുണ്യം കാണിക്കണമെന്നാണ് പറഞ്ഞത്. മെൻസസ് പീരീഡിൽ ത്വലാഖ് ചൊല്ലിക്കൂടാ. ത്വലാഖ് ചൊല്ലിയാൽ ശുദ്ധികാലത്തെ ത്വലാഖ് ചൊല്ലാൻ പാടുള്ളൂ.
മാത്രമല്ല ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ അവളെ വീട്ടിൽ നിന്ന് നാട്ടി പുറത്താക്കാനൊന്നും പറ്റൂല. തന്റെ ചെലവിൽ തന്റെ വീട്ടിൽ താൻ കാണുന്ന ഇടത്ത് എല്ലാ ചെലവും കൊടുത്തുകൊണ്ടാണ് ഭർത്താവ് മൊഴി ചൊല്ലപ്പെട്ട പെണ്ണിനെ വരെ അവളുടെ ഇദ്ദാകാലം കഴിയുന്നത് വരെ താമസിപ്പിക്കേണ്ടതെന്ന് വരെ ഇസ്ലാം പറഞ്ഞു. ഇന്ന് എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ ഇത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഭർത്താക്കന്മാരും മൊഴി ചൊല്ലിയ ഭാര്യയെ താൻ കാണുന്ന നിലക്ക് തൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നുണ്ടോ? അതിലൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ചില യുക്തികളുണ്ട്. എന്താണ്? അവൾ അണിഞ്ഞൊരുങ്ങി തൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ്, എൻ്റെ ഭാര്യ തന്നെയാണ്, ഒഴിവായിട്ടില്ല, പക്ഷേ ശാരീരിക ബന്ധം പാടില്ല. ത്വലാഖ് കൊണ്ട് അതാണ് സംഭവിക്കുന്നത്. ഇദ്ദയും കഴിഞ്ഞു പോയാലേ ആ കാലയളവിന്റെ ഇടക്ക് ഇവന് വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ വേറെ വിവാഹം ആവശ്യമില്ല. ഇതൊക്കെ ഇന്ന് പലർക്കും അറിയാത്ത നിയമങ്ങളാണ്. അത്രത്തോളം സ്ത്രീ സമൂഹത്തോട് തൻ്റെ ഭാര്യയോട് നല്ല നിലക്ക് വർത്തിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഒറ്റ വാക്കിൽ അത് ചുരുക്കിയില്ലേ, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. മഅറൂഫായ നിലക്ക് ഇടപെടാവൂ. ഏതാണ് മഅറൂഫ്? നല്ലതൊക്കെ മഅറൂഫാണ്, നല്ലതിന് വിരുദ്ധമെല്ലാം ചീത്തയാണ്. ഇടപെട്ടുകൂടാ എന്ന ഗൗരവത്തോടെ താക്കീതും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ കാര്യത്തിൽ എല്ലാ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പാകപ്പിഴവുകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദ് ഫഊസികും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, തൻ്റെ ഇണയോട്, തൻ്റെ ഭാര്യയോട് ഭർത്താവ് വർത്തിക്കേണ്ടുന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന കടമകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിച്ചാലും തീരാത്ത നിലക്കുള്ള, അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും അവർക്കായി നിരന്തരം പ്രാർത്ഥിക്കുകയും അവരുടെ നന്മകൾ മാത്രം ഓർക്കുകയും ആ നന്മകൾ പലപ്പോഴും എടുത്തു പറയുകയും ചെയ്തിരുന്ന മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഉണ്ടായിരിക്കെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന്റെ ശേഷം അവരെ പലപ്പോഴും ഏറ്റവും നല്ല നിലക്ക് ഓർക്കുകയും അവർക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു ഭാര്യമാരുണ്ടായിരുന്നല്ലോ, നമ്മുടെ മറ്റു ഉമ്മമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലുണ്ടല്ലോ. ഈ മരിച്ചുപോയ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഗുണഗണങ്ങൾ പലപ്പോഴും നബി തങ്ങൾ ഓർക്കുമ്പോൾ ഒരു പെണ്ണെന്ന നിലക്ക്, ഒരു സ്ത്രീ എന്ന നിലക്ക് പലർക്കും അത് രുചിക്കില്ലല്ലോ, ജീവിച്ചിരിക്കുന്ന ഭാര്യമാർക്ക് പോലും. അതുകൊണ്ട് തന്നെ അവരതിൽ പലപ്പോഴും വിഷമം കാണിച്ചിരുന്നു നബിയോട്. എന്താ നബിയെ, ഇങ്ങനെ നിങ്ങൾ അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നല്ലോ എന്ന് പറയുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഗുണങ്ങളാണ് എടുത്തു പറഞ്ഞിരുന്നത്. അവരോട് അത്രയും എനിക്ക് സ്നേഹമുണ്ടായിരുന്നു. മാത്രമല്ല, ആളുകളൊക്കെ എന്നെ അവിശ്വസിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ് ഖദീജ. ആളുകളൊക്കെ എന്നെ കളവാക്കിയ കാലത്തും എന്നെ സത്യപ്പെടുത്തിയവരാണവർ. ആളുകളിൽ നിന്നൊരു സഹായവും കിട്ടാതെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായി എനിക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി തന്നവർ, എന്നെ ആശ്വസിപ്പിച്ചവരാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ എനിക്ക് മക്കളെ തന്നിട്ടുണ്ട് എന്നിങ്ങനെ അവരുടെ ഗുണങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ്. തൻ്റെ വീട്ടിൽ വല്ല വിഭവസമൃദ്ധമായ സദ്യയും അതുപോലെ തന്നെ ആടിനെ അറുത്തുകൊണ്ട് വല്ല വിഭവങ്ങളുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂട്ടുകാരികൾക്ക് പോലും അതിൽ നിന്ന് ഒരു വിഹിതം എത്തിച്ചു കൊടുത്തുകൊണ്ട് ആ സ്നേഹത്തിൻ്റെതായ ആഴം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഇത്രയും പ്രാധാന്യം എന്തുകൊണ്ട് ഇസ്ലാം ഭർത്താക്കന്മാരോട് ഇതിന് പറയുന്നു? കാരണം ഇത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളൊരു പദവിയാണ്. ഒരു ഭാര്യ എന്ന നിലക്ക് പലപ്പോഴും ഭരിക്കപ്പെടേണ്ടുന്നവൾ എന്നുള്ള ഒരു ചിന്ത ഇന്ന് ലോകത്തുള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ അവരോട് നല്ല നിലക്ക് വർത്തിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ വളരെ ക്രൂരമായി അവരോട് ഇടപെടുകയും അവരെ അടിച്ചമർത്തുകയും അവരുടെ വാക്കുകൾക്ക് പോലും ചെവി കൊടുക്കാതിരിക്കുകയും
അവരെ 4 ചുമരുകൾക്കുള്ളിൽ തടച്ചിട്ടുകൊണ്ട് അവരെ ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തലുകൾക്കും നിവൃത്തികേടുകൊണ്ട് അങ്ങനെ ജീവിതം തള്ളി നീക്കേണ്ടുന്ന ഒരവസ്ഥ, മരിക്കാനും നിവൃത്തിയില്ല, വിശ്വാസിയായി പോയില്ലേ, ആത്മഹത്യ ചെയ്യാനും കഴിയില്ലല്ലോ എന്നോർത്തുകൊണ്ട് സങ്കട കണ്ണീരുകളിൽ മുങ്ങിക്കഴിയുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുരുതരമായും ഇസ്ലാം കൃത്യമായ ഈ കാര്യത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് കടമകൾ നിർവഹിക്കുന്ന നല്ലവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പോരായ്മകൾ പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم والحمد